ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു എണ്ണ കാച്ചുന്നതിൻ്റെ റെസിപ്പിയാണ് കാണിച്ചിരുന്നത്. നാടൻ രീതിയിൽ നമ്മൾ എണ്ണ കാച്ചെടുക്കാം. ഒരുപാട് മുടി വളർച്ചയ്ക്കും മുടിക്ക് കരുത്തോട് കൂടിയിരിക്കാനും മുടിക്ക് കറുപ്പ് കിട്ടാനും താരൻ മാറാനും പിന്നെ മുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടാനും ഒക്കെ പറ്റിയ നല്ലൊരു എണ്ണ കാച്ചലിനാണ്. ഇതിപ്പോൾ ഞാനെടുത്ത വീഡിയോ അല്ല. ഇത് ഈ വീഡിയോയുടെ പോരാഴികളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഈ ഒരു എണ്ണയ്ക്കായിട്ട് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. കറ്റാർവാഴ, പിന്നെ പനിക്കൂർക്ക, കീഴാർനെല്ലി, കറിവേപ്പില, മൈലാഞ്ചി, തുളസിയില, ഇത് കൈതോന്നി എന്ന് പറയും. കൈതോന്നി ഇത് ബ്രഹ്മിയാണ് കേട്ടോ. ബ്രഹ്മി, നെല്ലിക്ക, അങ്ങനെ പിന്നെന്താ ചെമ്പരത്തിപ്പൂവ്, ഇതെല്ലാമാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ കാച്ചൽ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് എണ്ണയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പം നമുക്ക് വെള്ളത്തിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാടിവെള്ളം ഉണ്ടല്ലോ, അരി കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. അന്നേരം നന്നായിട്ട് ഇതുപോലെ അങ്ങ് അരഞ്ഞ് കിട്ടും. അങ്ങനെ അരച്ചെടുത്തതാ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് 3 കിലോ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചുമ്മ എടുത്ത് തന്നതാണ് എനിക്ക് വീഡിയോ. അപ്പം വീട്ടിലേക്ക് അവർ തയ്യാറാക്കിയതാണ്. എണ്ണയെല്ലാം നല്ല പോലെ കിട്ടി. പക്ഷേ അവർക്കൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പറ്റിയതാണ്. പക്ഷേ എണ്ണയെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പച്ച കളറിൽ തന്നെ. അങ്ങനെ ആ മരുന്നൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. വീഡിയോ പുതിയതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സങ്കടമാണ്. അവരിത്രയും കഷ്ടപ്പെട്ട് അവർ എടുത്തു തന്നതില്ലേ, ആ ഒരു ഇതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇട്ടതാണ്. പക്ഷേ എണ്ണയെല്ലാം നല്ല സൂപ്പറായ എണ്ണയാണ്, നല്ല എണ്ണയാണ്. ഈ ഒരു എണ്ണ കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. മുടിക്കൊഴിച്ചിൽ തടയാനും താരന്, നരച്ച മുടിക്ക്, മുടിയുടെ വളർച്ചയ്ക്ക് എല്ലാം നല്ല ഉത്തമ പരിഹാരമാണ് ഈ ഒരു എണ്ണ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ കുറച്ചിട്ടുണ്ട്. നമ്മളൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ അധികം ഇടാൻ പാടില്ല. ചെറിയ തീയിലിട്ട് വേണം അതിനെ ഒന്ന് കാച്ചിയെടുക്കാൻ. അങ്ങനെ എണ്ണയൊക്കെ ഏകദേശം ഒന്നായി വരികയാണ്. അപ്പോൾ ഈ മുടി നല്ല രീതിയിൽ വളരാൻ പറ്റിയ നല്ലൊരു എണ്ണ കാച്ചിയതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. കളറൊക്കെ ഉണ്ട്, പക്ഷേ ലൈറ്റ് വെട്ടം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കാണാൻ പറ്റാത്തത്. എണ്ണയെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എണ്ണ ഇങ്ങനെയൊക്കെ കാച്ചിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എണ്ണ ഒന്ന് മൂത്തോന്നറിയാനാണ് ഈ ഒരു വെറ്റില ഇട്ട് കൊടുത്തതാണ് അതിലേക്ക് കേട്ടോ. വെറ്റില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കുമ്പോഴേക്കും അരി അങ്ങനെ പെട്ടെന്ന് തന്നെ പൊന്തി വരും. അന്നേരം നമുക്ക് ആ എണ്ണ റെഡിയായോന്നറിയാം. അങ്ങനെ എണ്ണയൊക്കെ റെഡിയാക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ആ ഒരു എണ്ണ കിട്ടിയിട്ടുണ്ട്. നല്ല തലവേദനയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു എണ്ണയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.